അത് ഈ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കഞ്ഞിയിൽ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഫ്രഷ്. പിന്നെ നമ്മളെ ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചാൽ ചുവന്നുള്ളി ഇങ്ങനെ സൈഡിലിട്ട് കൊടുക്കുന്നു. കുടമ്പുളി ഇട്ട് വറ്റിച്ച് വെച്ചാൽ നല്ല മീനുണ്ട് കേട്ടോ. ഇതെന്ത് മീനാണ് ചോദിക്കരുത്. ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. സാധാരണ എനിക്ക് മീൻ കേട്ടോ. അപ്പോൾ കറിയിലൊക്കെ ഞാൻ നന്നായിട്ട് ചുവന്നുള്ളി ഇടും. അപ്പോൾ അതിൻ്റെ ഗ്രേവി കുറച്ച് അതിൻ്റെ നല്ല പുളിയുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സൈഡിൽ അപ്പോൾ കാണാവോ, നല്ല എണ്ണയൊക്കെ ഇട്ടിട്ടുള്ള ഒരു അച്ചാറാണ്. അത്യാവശ്യം അച്ചാർ ഇടാൻ അറിയുന്ന ഒരാളിട്ട അച്ചാറാണ്. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. കാണുന്നുണ്ടല്ലോ അല്ലേ, ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സൈഡിൽ മറന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഈ ഫോർക്കിലാണ് ഉപ്പ് എടുക്കാറ്. ഫോർക്കിലെടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്കിങ്ങനെ ഒന്ന് പിടിച്ച് നോക്കാം. ഓക്കെ, കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഉപ്പൊക്കെ മുളക് ഉണ്ടല്ലോ, മുളക് ഇങ്ങനെ ഞെരടണം. മുളക് തെറിച്ചു പോയിട്ടോ. മുളക് ഇങ്ങനെ ഞെരടി കഴിഞ്ഞാൽ മുളകിൻ്റെ ഒരു പച്ചമുളകിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട്, അതിങ്ങോട്ട് കയറും. മീൻ്റെ സൈഡിൽ നിന്ന് പീസെടുക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല ശ്രദ്ധിക്കണം, പുള്ളാൻ ഞെരടിക്കാൻ വയ്ക്കണം. വേറെ ടേസ്റ്റാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. വയറ് നിറഞ്ഞു കേട്ടോ. ശരി, കഴിഞ്ഞു കേട്ടോ. ചുണ്ട് രണ്ട് സൈഡും നീറ്റിൽ വരുന്നുണ്ട്. കാരണം മുളകും അച്ചാറും